അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അങ്ങനെ ബിഗ് ബോസ് സീസൺ 6 കോമണറായിട്ട് പോയിട്ടുള്ള റസ്മിൻ ബായി അനീഷിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പം ആദിലെ സപ്പോർട്ട് ചെയ്ത് അനീഷിനെ താത്തടിച്ചുകൊണ്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് പറയാം. അപ്പോൾ അതിനു മുമ്പ് ഇന്ന് ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ നടന്നിട്ടുള്ള ഒരു 1-2 കാര്യങ്ങളെ പറ്റിയിട്ട്. ഇപ്പം ഇന്ന് ഫാമിലി എപ്പിസോഡായിരുന്നല്ലോ. ഇപ്പം അനീഷിൻ്റെയും അതുപോലെ ഷാനവാസിൻ്റെയും ഫാമിലി വന്നല്ലോ. അപ്പോൾ അന്ന് ബിഗ് ബോസ് ഫാമിലിക്ക് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ആരെയാണ്, ഇവിടുത്തെ ഏത് കണ്ടസ്റ്റൻസിനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, അതിൻ്റെ കാരണവും പറയുന്നുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഷാനവാസിൻ്റെ ഫാമിലി വന്നിട്ട് ഷാനവാസിൻ്റെ വൈഫ് അനീഷിനെ പറയുന്നു. കാരണം പറയുമ്പോഴത്തേക്ക് ഷാനവാസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അനീഷാണ്, അതുകൊണ്ടാണ് എനിക്ക് അനീഷിനെ ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഷാനവാസിൻ്റെ മോള് നെവിനെ പറയുന്നുണ്ട്, എനിക്ക് നെവിനെയാണ് ഇഷ്ടം, നെവിൻ്റെ തമാശകളും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഷാനവാസും നെവിനും തമ്മിലുള്ള പ്രശ്നം നെവിൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നമുണ്ടല്ലോ, ഷാനവാസ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. ചിലപ്പോൾ ഇതോടുകൂടി അത് നെവിൻ വിടാൻ ചാൻസ് ഉണ്ട്. കാരണം ഷാനവാസിൻ്റെ ഫാമിലി വന്നപ്പോഴത്തേക്ക് ഷാനവാസിൻ്റെ മോള് പറയുന്നുണ്ടായിരുന്നു, ലൈവിൽ കണ്ട കാര്യമാണ്. അതൊക്കെ എപ്പിസോഡിനകത്ത് കാണിക്കുമെന്ന് അറിയത്തില്ല. എൻ്റെ സ്കൂളിൽ നെവിനെ എല്ലാവർക്കും ഇഷ്ടമാണ്, എൻ്റെ ഫ്രണ്ട്സിനെല്ലാം നെവിനെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ എനിക്കിഷ്ടം ഷാനവാസിൻ്റെ മോള് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടം നെവിനെയാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നു നെവിന് ഷാനവാസിനോടുള്ളൊരു ദേഷ്യം മാറാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് അനീഷിൻ്റെ ഫാമിലി വരുന്നു. അനീഷിൻ്റെ അമ്മ ഷാനവാസിനെ തന്നെ പറയുന്നു. അനീഷിൻ്റെ ബ്രദർ ആര്യനെ പറയുന്നു. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇവർ ആര്യനും ഷാനവാസിൻ്റെ ബ്രദറും അറിയാവുന്ന ആൾക്കാരാണ്. ഷാനവാസിൻ്റെ ബ്രദറും അതുപോലെ ഷിയാസ് കരീമൊക്കെ ഒരുമിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ ആര്യനും ഇവരൊക്കെ ഒരുമിച്ച് ഫുട്ബോൾ കളിക്കാനോ ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഷാനവാസിൻ്റെ ബ്രദർ ആര്യനെ പറഞ്ഞിട്ടുള്ളത്. അവർ തമ്മിൽ അറിയാവുന്നുണ്ട്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഷാനവാസിൻ്റെ പേര് മാത്രമേ പറയത്തുള്ളായിരുന്നു. പിന്നെ ഞാൻ ഇന്ന് ലൈവിനകത്ത് കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷും അതുപോലെ ആര്യനും തമ്മിൽ ഇപ്പം നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മറ്റേത് ആര്യന് കണ്ടുകൂടാത്ത ഒരാളായിരുന്നു അനീഷ്. പക്ഷേ ഇവർ തമ്മിൽ ഇപ്പം നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബോണ്ട്. അതുപോലെ നമ്മൾ കണ്ടതാണ് ഈ ഇമ്മ്യൂണിറ്റി കാർഡ് ആർക്ക് കൊടുക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് അനീഷ് ആര്യൻ്റെ പേര് പറയുന്നുണ്ട് അല്ലേ. ആര്യൻ്റെ പേരാണെന്ന് തോന്നുന്നു. ആര്യൻ്റെ പേരാണോ ജിഷൻ്റെ പേരാണോ? ആര്യൻ്റെ പേര്. അപ്പം ആര്യൻ അവിടെ നിന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഓക്കെ, എന്താണെങ്കിലും ഇവർ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഇതായിട്ട് വരുന്നുണ്ട്. കാരണം ആര്യൻ്റെ പഴയ ക്യാരക്ടറൊക്കെ കുറേ മാറിയില്ലേ. ആര്യനിപ്പം പോസിറ്റീവായിട്ട് വരുവാണ്. നല്ലൊരു പ്ലെയറാണ്, നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാളാണ് ആര്യൻ. കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നിന്നാൽ എനിക്ക് തോന്നുന്നു ടോപ്പ് 5 അല്ലെങ്കിലും ആര്യൻ 5 വരാൻ ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ്. ഇനി കണ്ടറിയാം എന്താവുന്ന. ഓക്കെ, ഈ റസ്മിൻ്റെ കാര്യം. ഇനി അനീഷിനെ പറ്റിയിട്ട് റസ്മിൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. കണ്ടിട്ട് ഞാൻ പറയാം ബാക്കി എനിക്ക് പറയാനുള്ള കാര്യം. ആദിൽ ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറായിട്ട് മാറുന്നല്ല, ആദിലേനെ ഇറിറ്റേറ്റ് ചെയ്യാണ് അനീഷ് മാക്സിമം. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് എനിക്ക് അനീഷിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ജിൻഡോനായിട്ടാണ്. ജിൻഡോ ഇതുപോലെ തന്നെയായിരുന്നു, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. ഇങ്ങനെ വെറുതെ വന്ന് നമ്മളിങ്ങനെ ഓക്കെ, റസ്മിൻ ബായ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തന്നെ പറയട്ടെ, സത്യത്തിൽ ഇവർക്ക് ഈഗോയാണ് അനീഷിനോട്. സത്യം പറഞ്ഞാൽ അസൂയാണ്, വേറൊന്നുമല്ല. കാരണം ഇവരും കോമണറായിട്ട് പോയതാണല്ലോ. കോമണറായിട്ട് പോയിട്ട് ജനങ്ങളുടെ ഒരു സപ്പോർട്ടും ഒരു പിന്തുണയും ജനങ്ങളെ ഒരു സ്നേഹവും ഇവർക്ക് ജനങ്ങളിൽ നിന്നുണ്ടാക്കാൻ സാധ്യതയില്ല. അതിൻ്റെ ഒരു അസൂയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അനീഷ് എന്നൊരു കോമണർ കയറി പോകുന്നു. ഫസ്റ്റ് എനിക്ക് തോന്നുന്നു കോമണർ എന്നുള്ളൊരു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു സീസൺ 7 ആൾക്കാർ ഒരു കോമണറെ ഇത്രയേറെ ഇഷ്ടപ്പെടുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിരിക്കാം, ഒരു അസൂയായിരിക്കാം ഇവർക്ക്. പിന്നെ ഇവർ ജിൻഡോയെ വെച്ചിട്ട് താരതമ്യം ചെയ്തിട്ട് പറയുന്നുണ്ട് ജിൻഡോയുടെ ഒരു വെർഷനാണ് അനീഷ് എന്ന്. അത് എന്തുകൊണ്ടാണ് ഇവർ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 6 ജിൻഡോയെക്കാളും അവിടെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഗെയിം ഇപ്പം അർഹതപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. ജിൻഡോയൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ജിൻഡോയൊന്നും സപ്പോർട്ട് ചെയ്തില്ല കേട്ടോ. കാരണം ജിൻഡോയൊക്കെ അവിടെ എന്താണ് ചെയ്തിട്ടുള്ളത് ജിൻഡോയൊക്കെ ജിൻഡോയെക്കാലൊക്കെ എത്രയോ നല്ലപോലെ അവിടെ ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എൻ്റർടൈൻ ചെയ്യിപ്പിച്ച് വേണ്ടുന്ന രീതിയിൽ കോണ്ടന്റ് കൊടുത്ത്
എനിക്കൊന്ന് ബിഗ് ബോസ് സീസൺ 6 എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അത് ഗബ്രിയും ജാസ്മിൻ്റെ ഒക്കെ പേരിലോട്ടാണ് പോകുന്നത്. കാരണം അവരെ കൂടുതലൊന്നും ആ ഒരു ഷോ ബിഗ് ബോസ് സീസൺ 6 100 ദിവസം വരെ കൊണ്ടെത്തിച്ച് തന്നെ അവരാണ്. അപ്പം അവരെ ഇപ്പം എനിക്ക് എൻ്റെ ഒരു ഇത് പറയുവാണെങ്കിൽ അവർ രണ്ടിൽ ആരെങ്കിലുമൊക്കെ അവർ കപ്പടിച്ചായിരുന്നില്ല പിന്നെയും അതിനൊരിതുണ്ടായിരുന്നു. ഈ ജിൻഡോ സത്യം പറഞ്ഞാൽ എനിക്ക് ജിൻഡോ കപ്പടിച്ച് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ജിൻഡോയെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുമില്ല. കുറേ PR വർക്കുകളാണ്, PR ടീമുകളാണ് ജിൻഡോയ്ക്ക് കപ്പ് മേടിച്ചു കൊടുത്തതെന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ കേട്ടോ. കാരണം അതിന് മാത്രം ജിൻഡോ ഒന്നും ചെയ്തു കൊടുത്തില്ല. പക്ഷേ ഈ ജിൻഡോയെ വെച്ചിട്ട് ഈ അനീഷിനെ കമ്പയർ ചെയ്യുന്നത് എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഒരു കോമണറായിട്ട് കയറി വന്നിട്ട് സത്യം പറഞ്ഞാൽ അനീഷ് ഇനി ബിഗ് ബോസ് ഹൗസിന് പുറത്ത് ഇനി എങ്ങനെയോ ആയിക്കോട്ടെ, അതൊന്നും നമുക്ക് അറിയത്തില്ല. കാരണം അവിടെ വരുന്ന ഓരോ ആൾക്കാരും ഓരോ ക്യാരക്ടർ ആയിരിക്കാം, ഓരോ വ്യക്തിത്വങ്ങളായിരിക്കാം. അതൊന്നും നമുക്ക് അറിയേണ്ട കാര്യം. ഇപ്പോൾ സെലിബ്രിറ്റി ആണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ലൈഫും അവരുടേതായിട്ടുള്ള പുറത്തെ കുറെ കാര്യങ്ങൾ കാണുമല്ലോ. അപ്പം നമ്മളെല്ലാം അതറിഞ്ഞിട്ടാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്? അല്ല, നമ്മൾ ടി വിയിലൂടെ കണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു കോമഡർ ആയിട്ടുള്ള ഒരാൾ അവിടെ കയറി ചെന്നിട്ട് ജനങ്ങൾക്ക് ജനങ്ങളെ ഇത്രയും സപ്പോർട്ട് നേടിയെടുക്കണമെങ്കിൽ ആ ഒരു മനുഷ്യൻ അവിടെ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ റസ്മിൻ എന്ന് പറഞ്ഞത് റസ്മിൻ ബായിക്ക്, കാരണം ഈ റസ്മിൻ ഉണ്ടല്ലോ, റസ്മിൻ ബായി എന്നാണ് തോന്നുന്നു വിളിക്കുന്നതെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ റസ്മിൻ ബായി എന്ന് പറയുന്നത്. ഇപ്പം ഈ റസ്മിൻ അറിയാം, ഒരു കോമഡറായിട്ട് കയറി ചെന്നിട്ട് അവിടെ എത്രത്തോളം റസ്മിൻ സ്ട്രഗിൾ ചെയ്യാൻ നിൽക്കാൻ ശ്രമിച്ചു, കഷ്ടപ്പെട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിച്ചു എന്നറിയാം അല്ലേ. അപ്പോൾ അങ്ങനെ ഒരാൾ ഇപ്പം ഇത്രയും ഒരു സ്ട്രഗിളിൽ നിന്ന് കയറി വന്ന ഒരാളെ ഈ ഒരു രീതിയിൽ നെഗറ്റീവ് ആക്കുന്നത് അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും പുള്ളിക്കാരി ഒരു കാര്യം കൂടെ പറയാം. അതുപോലെ ആദിലെയൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് അതും കൂടെ ഒന്ന് കേൾക്കാം. ഇതേ വന്ന് നമ്മളിങ്ങനെ പ്രാന്താക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് എന്നെ ആദിലായിട്ട് അനീഷിനെ ജിൻഡോ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ആദിലേനെ മനഃപൂർവ്വം ഇറിറ്റേറ്റ് ചെയ്യുന്നതാണ് അനീഷ്. അത് മാത്രമല്ലാതെ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ആ ഒരു സ്ക്രിപ്റ്റ് പ്രകാരം, അവർക്കുള്ളൊരു സ്ക്രിപ്റ്റ് പ്രകാരം എനിക്ക് തോന്നുന്നു ആദിലേനെ ഇപ്പോൾ നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുക. ആദിലേനെ നെഗറ്റീവ് ആക്കി ആദിലേനെ ഔട്ടാക്കിയിട്ട് നൂറിനെ മാത്രം നിർത്താൻ ഉള്ളൊരു പ്ലാൻ പോലെ എനിക്ക് ഗെയിം കാണുന്ന ഫീൽ ചെയ്യുന്നു. കാരണം ഞങ്ങൾ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോൾ അതിലേക്ക് ഒരു ഇറിറ്റേഷൻ വരുന്ന, അല്ലെങ്കിൽ ആ ദേഷ്യം വരുന്ന, ചീത്ത പറയുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്തെറിയാൻ തോന്നുന്ന ടെൻഡൻസി എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ അത് അനീഷ് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നൊരു സീനാണ്. അടിപൊളി. ബിഗ് ബോസ് സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്തു. എന്ത് സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്ത്? ബിഗ് ബോസ് സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്ത് ആദിലെ നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇതെല്ലാം മറ്റേ മസ്താനി ഇറങ്ങിയപ്പോഴത്തേക്ക് മസ്താനി പറഞ്ഞ അതേ സിസ്റ്റമാണ്, അതേ സംഭവമാണ് ഇവിടെ റസ്മിനും പറയുന്നത്. മസ്താനി ഇറങ്ങിയപ്പോഴത്തേക്ക് മസ്താനി പറയാൻ എന്നെ ബിഗ് ബോസ് അങ്ങ് നെഗറ്റീവ് ആക്കി കളഞ്ഞ്, എന്നെ മനഃപൂർവ്വം ഇല്ലാതാക്കി. അവർ അവിടെ പോയി ചെയ്ത കാര്യം എന്തുവാണ്? നല്ലതെന്തെങ്കിലും ചെയ്താൽ അല്ലേ അവിടെ പുറത്തോട്ട് ഔട്ട് കൊടുക്കാൻ പറ്റൂ. ഇത് പോയ അന്ന് മൊത്തം വെറുപ്പിലായിരുന്നു. അതുപോലെയാണ് ഇപ്പൊ ആദിലയുടെ കാര്യം. ഇവിടെ ആദിലെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള അനീഷാണെന്നാണ് റസ്മിൻ പറഞ്ഞിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ റസ്മിൻ ബിഗ് ബോസ് സീസൺ 7 ഇതുവരെയുള്ള എപ്പിസോഡ് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പുള്ളിക്കാരി ഇങ്ങനെ സംസാരിക്കുന്നത്. നമുക്കറിയാം, അങ്ങോട്ട് ചെന്നിട്ടാണ് അനീഷിന് ഉപദ്രവിക്കുന്നതും ട്രിഗർ ചെയ്യുന്നതും അല്ലേ, ഈ പറഞ്ഞിട്ടുള്ള ഇറിറ്റേറ്റ് ചെയ്യുന്നതും അങ്ങോട്ട് ചെന്നിട്ടാണ്. ആകെ അനീഷ് ആദിലെ എടുത്ത് ചെയ്തിട്ടുള്ള എന്ത് കാര്യമാണ്? ജോലി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ചെന്നിട്ട് ആദില പാത്രം കഴുകുക, ആദിലയുടെ ജോലി ചെയ്തേ പറ്റൂ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനു മുമ്പൊന്നും അങ്ങോട്ട് പോയി അനീഷ് ഇറിറ്റേഷൻ ചെയ്തിട്ടില്ല അല്ലേ. ഇവിടെ അനീഷ് ആദിലെ നോമിനേറ്റ് ചെയ്തിടം മുതൽ തുടങ്ങിയതാണ് ഈ ആദിലെ അനീഷിനെ ഉപദ്രവിക്കുക എന്നുള്ളൊരു പരിപാടി അല്ലേ. നമ്മളും കാണുന്നതാണ് റസ്മിൻ ബായി കേട്ടോ. ഇതും ജനങ്ങൾ കണ്ടോണ്ടിരിക്കും. 24/7 ജനങ്ങളും കാണുന്നതാണ്. ഉറങ്ങിക്കിടക്കുന്ന ആളുടെ അടുത്ത് നിന്നിട്ട് പാത്രം കൊട്ടുക, കാലിലും മുഖത്തും മറ്റേ ഷേവിംഗ് ഫോം ഇടുക അല്ലേ, ഫോം തേക്കുക, സ്പ്രേ അടിക്കുക, ശല്യപ്പെടുത്തുക, രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ ശല്യപ്പെടുത്തുക. അപ്പൊ ആര് ചെയ്യുന്നതാണ് ഇറിറ്റേഷൻ? ആര് ചെയ്യുന്നതാണ് തെണ്ടിത്തരം? ഇതെന്തുവാടേ ഇത്? ഒരു മര്യാദ വേണ്ടേ? സപ്പോർട്ട് ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു ന്യായം വേണ്ടേടേ? ന്യായം വേണ്ടേ? ഇത് ബിഗ് ബോസ് ഗെയിം ചേഞ്ച് ചെയ്ത് അതിലെ മാത്രം അങ്ങോട്ട് ഇത് ചെയ്യുക പറഞ്ഞങ്ങോട്ട് അടിച്ചങ്ങോട്ട് ഇറക്കുക അല്ലേ. ഇവിടെ പുറമേ നടന്ന് ഇറിറ്റേറ്റ് ചെയ്ത് ഈ പറഞ്ഞിട്ടുള്ള ആക്രമിച്ച് എന്തൊക്കെ മോശവാക്കുകൾ ഉപയോഗിച്ച് ഇതൊക്കെ ആരാണ് ചെയ്തിട്ടുള്ളത്? അനീഷാണോ ചെയ്തിട്ടുള്ളത്? ഇതൊക്കെ ആദിലയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും കൊള്ളാം. രശ്മിൻ ബായി എന്തായാലും ഒരു കോമണർക്ക് ഇത്രയും സപ്പോർട്ട് കണ്ട് ഞെട്ടിയിട്ട് രശ്മിൻ ബായി എന്നെ തകർന്നു പോയെന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ടായിരിക്കാം രശ്മിൻ ബായി
ഇവിടെ വന്നിട്ട് അനീഷിനെതിരെ തുറന്നടിക്കുന്നത്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല.